നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. രാജിയില്ല, രാഹുൽ MLA ആയി തുടരും. മുഖം രക്ഷിക്കാൻ പേരിന് സസ്പെൻഡ് ചെയ്ത് പാർട്ടി. സസ്പെൻഷൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ശക്തമായ നടപടിയെന്ന് VD സതീശൻ. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യും. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യം അറിയിച്ചത്. രാഹുൽ നിയമസഭയിൽ വന്നാൽ അപ്പോൾ കാണാമെന്ന് CPM. രാഹുൽ മാക്കൂട്ടത്തെ MLA ആക്കി നിർത്തി. ഇനി ഇവർ പറയുന്നത് പോലെ മാക്കൂട്ടം കേൾക്കുന്നില്ലെങ്കിൽ മാക്കൂട്ടത്തിനെ MLA ആയിട്ടൊന്നും പ്രവർത്തിക്കാൻ കേരളത്തിൽ സാധിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർക്കെതിരെ സൈബർ ഇടത്ത് തെറിവിളി. യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ VD സതീശനെതിരെ രൂക്ഷ വിമർശനം. സൈബർ പടയെ അഴിച്ചുവിടുന്നത് കോൺഗ്രസിലെ 2 യുവ നേതാക്കളെന്ന് സൂചന. യൂത്ത് കോൺഗ്രസ് പുതിയ അധ്യക്ഷനായി ചരടുവലികൾ സജീവം. KM അഭിജിത്ത്, വിഷ്ണു സുനിൽ എന്നിവർക്ക് വേണ്ടി A ഗ്രൂപ്പ്. ഹൈക്കമാൻഡിന് കത്തയച്ച് ചാണ്ടി ഉമ്മൻ പക്ഷത്തെ 27 സംസ്ഥാന ഭാരവാഹികൾ. രാമനാട്ടുകരയിൽ ബംഗാളി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് പൂക്കിപ്പറമ്പ് സ്വദേശി വള്ളിക്കാട്ട് റിയാസ്. പടന്നക്കാട് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനും PC ജോർജിനുമെതിരെ കുറ്റപത്രം. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തി. കേസെടുത്തത് KT ജലീലിന്റെ പരാതിയിൽ. വിശദമായി നോക്കാം. യുവതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സസ്പെൻഷൻ മാത്രം. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ രാഹുൽ MLA ആയി തുടരും. പാർട്ടിക്ക് മുന്നിലോ പോലീസിന് മുന്നിലോ പരാതി ഇല്ലെന്ന ന്യായീകരണമാണ് നടപടി വിശദീകരിച്ച KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മാധ്യമങ്ങളെ കണ്ട VD സതീശനും അടൂർ പ്രകാശും നിരത്തുന്നത്. സമാന ആരോപണം നേരിട്ട നേതാക്കൾക്കെതിരെ എന്ത് നടപടിയാണ് CPM-ഉം BJP-യും കൈക്കൊണ്ടതെന്ന വാദമുയർത്തിയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിരോധം. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യും. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യം അറിയിച്ചത്. പാലക്കാട്ടെ സായരും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു പരാതിയും വന്നിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പേര് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും കേരളം ഭരിക്കുന്ന പാർട്ടിക്കും 2 സ്ഥലത്തും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് അത് ഉപദേശിക്കാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല. അല്ല, സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടിയെ കുറിച്ച് പറയേണ്ടത് ആരാ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത് KPCCയുടെ പ്രസിഡന്റ് തന്നെ അതിനെതിരെ പ്രതികരിക്കും. അതല്ലാതെ ഞാൻ ഒരു ആളിനെ സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നാളെ അത് ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും ഏക അഭിപ്രായം പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും പരാതികൾ വന്നാൽ 3ാം ഘട്ട നടപടി ഉണ്ടാകുമെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. 3ാം ഘട്ട നടപടി സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുണ്ടാവും. ഇതിപ്പോ 1ാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. 2ാം ഘട്ടം എന്ന നിലയിലാണ് സസ്പെൻഷൻ. ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ 3ാം ഘട്ടത്തിലേക്ക് കടക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം ഇത്രയും നടപടികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും മുമ്പ് ചെയ്തിട്ടില്ല.
ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കാരണം പാലക്കാട്ടെ മത്സരം UDFും BJP ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പരാജയ ഭീതി ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ബൈ ഇലക്ഷനല്ല ചർച്ച. ഓരോ MLAക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അത് വെറുതെ നോക്കിയിരിക്കാൻ സാധ്യമല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ വന്ന ഓഡിയോൻ്റെ ഒക്കെ ആധികാരികത കൂടെ അറിയണം. ഇക്കാര്യത്തിൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടും നേരിട്ട് വരെ പാർട്ടി വിശദീകരണം കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അതും കൂടെ നൽകാനുള്ള സമയമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുള്ളതൊരു സ്ഥിര ഏർപ്പാടല്ല. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നത് എൻ്റെ സൂചനയാണ്. തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അത് കേസുകാരൻ്റെ ഒരാളല്ല. അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനത്തും എൻ്റെ തീരുമാനം. അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയുക കോൺസിക്വൻസസിൻ്റെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ്. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു നടപടിയുടെ കരുത്ത്. ഒരു നടപടി എടുക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം, ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് കാര്യമായ പ്രശ്നമാണ്. പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു. എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. വനിതകൾക്ക് അവകാശമില്ലേ? ഇത് പറഞ്ഞോട്ടെ. ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ വെല്ലുവിളിയാകുമെന്ന ആശങ്കയും MLA സ്ഥാനം രാജിവെക്കുന്നതിന് തടസ്സമായി കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഡാൻ കുര്യനും കിരൺ ബാബുവുമാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഡാൻ കുര്യനിലേക്ക് പോവുകയാണ്. ഡാൻ, എന്തായാലും MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ലെന്ന് KPCC അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തന്നെ വനിതാ നേതാക്കളടക്കം, മുതിർന്ന വനിതാ നേതാക്കളടക്കം പറഞ്ഞത് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മാത്രമല്ല പൊതുപ്രവർത്തനത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കണമെന്നാണ്. പക്ഷേ ആ ആവശ്യങ്ങളൊന്നും വില പോയിട്ടില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്നത് സസ്പെൻഷൻ നടപടി മാത്രമാണ്. അത് പേരിന് മാത്രം. പക്ഷേ ഈ സസ്പെൻഷൻ നടപടി ഏറ്റവും മികച്ച മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന പ്രതിരോധം തീർക്കുകയാണോ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം? അങ്ങനെ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ നിന്ന് പൂർണ്ണമായി പാർട്ടിയെ രക്ഷിക്കാനാകും, പാർട്ടിയുടെ മുഖം രക്ഷിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. പക്ഷേ അപ്പോഴും രണ്ട് ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും മറുപടി പറയേണ്ടി വരും. അതിൽ ഒന്ന്, രാഹുൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നിലെ 2 തവണ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോഴും ആവർത്തിച്ച് ചോദിച്ച കാര്യം, തനിക്കെതിരെ ആരെങ്കിലും നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ പരാതി നൽകിയിട്ടുണ്ടോ എന്നതായിരുന്നു. അങ്ങനെ പരാതി നൽകിയിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെച്ചത്? രാഹുൽ തന്നെ പറയുന്നു മറ്റു പലർക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ആ പദവികളിൽ തുടരുന്നുണ്ട്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാജിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ദീപാദാസ് മുൻഷിയും ആവർത്തിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ അത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് എന്ന് വിശദീകരിക്കുന്നു. അതോടൊപ്പം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ K മുരളീധരൻ അതേ കാര്യം ആവർത്തിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. അതിൽ പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടതിനാലാണ് ഇങ്ങനൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിയമപരമായി കുറ്റക്കാരനല്ല എങ്കിലും ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞ 20-ാം തീയതി മുതൽ ഇങ്ങോട്ടുണ്ടായ തുടർച്ചയായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു നടപടി എടുക്കേണ്ടി വന്നത് എന്ന് സംസ്ഥാനത്തോട് അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരോടും നേതാക്കളോടും ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ MLA സ്ഥാനത്ത് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തുടരാനാവുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരും. തൽക്കാലത്തേക്ക് നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ ഇപ്പോഴത്തെ നടപടി കൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും സമാനമായ പരാതികൾ K മുരളീധരൻ ഉന്നയിച്ചതുപോലെ സമാനമായ ഏതെങ്കിലും പരാതികൾ ഗുരുതര സ്വഭാവത്തിൽ ഇനിയും പുറത്തു വരുന്ന സാഹചര്യമുണ്ടായാൽ ഇപ്പോഴുണ്ടായ താൽക്കാലികമായ നടപടികൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതായിരിക്കില്ല ആ തുടർ നീക്കങ്ങൾ. അവിടെ അതിനൊരു തുടർച്ച ഉണ്ടാകേണ്ടി വരും. ആ തുടർച്ചയായി ഇനി 1-ാം ഘട്ടവും 2-ാം ഘട്ടവും കഴിഞ്ഞ് അവശേഷിക്കുന്നത് MLA സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ഏക കാര്യം മാത്രമാണ്. അവിടെ മുരളീധരൻ തന്നെ അവസാനമായി ചോദിച്ച ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ഏറ്റവും പ്രസക്തമായി മാറുന്നത്. പാർട്ടി നൽകിയതാണ് ഈ MLA സ്ഥാനം.
പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇനി ആ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങണമോ എന്ന് രാഹുൽ തന്നെ തീരുമാനിക്കട്ടെ എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞു വെച്ചത്. അതിൽ മുതിർന്ന നേതാക്കളുടെ പരോക്ഷമായ ഒരു വിയോജിപ്പ് കൂടിയാണ് പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞ് പാർട്ടിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതിരോധം തീർക്കാനുള്ള അവസരം നന്നേ കുറയും. പരാതിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് കൃത്യമായ വിശദീകരണം രാഷ്ട്രീയ കേരളത്തോട് വ്യക്തമാക്കേണ്ടത് അനിവാര്യതയായി മാറുകയും ചെയ്യും. തീർച്ചയായും ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുരളീധരന്റെ വാക്കുകൾ, ഈ മൂന്നാം ഘട്ടത്തിൽ ഒരു നടപടി ഉണ്ടാകും, കൂടുതൽ പരാതികൾ ഉയർന്നു വന്നാൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് പറയുന്നത് പക്ഷേ കെ മുരളീധരന്റെ, ഒരു മുതിർന്ന നേതാക്കളുടെ ഒരു അഭിപ്രായം എന്ന നിലയിൽ മാത്രം ഇപ്പോഴും അവശേഷിക്കുകയല്ലേ? KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ സസ്പെൻഷൻ നടപടി പ്രഖ്യാപിച്ചപ്പോഴും VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒക്കെ പറയുന്നത് ഇപ്പോൾ എടുത്ത തീരുമാനം നടപടി തന്നെ വലിയ കാര്യമാണ്, മാതൃകാപരമാണ്, ഇതിനപ്പുറം എടുക്കേണ്ട കാര്യമില്ല. സമാനമായ കേസുകളിൽ CPM-ഉം BJP-യും ഇത്തരത്തിൽ ഉള്ള നടപടികൾ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെപ്പിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കോൺഗ്രസിന് അതിന്റെ ആവശ്യമുണ്ടോ? അത്തരത്തിലൊരു കീഴ്വഴക്കം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഇനി ഉണ്ടായാലും കൂടുതൽ പരാതികൾ വന്നാലും പാർട്ടി MLA സ്ഥാനം രാജിവെപ്പിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടക്കും എന്ന് കരുതേണ്ടതുണ്ടോ? കാരണം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനി നേരിടാനുള്ള സാഹചര്യത്തെ വളരെ ആശങ്കയോടെ തന്നെയല്ലേ കോൺഗ്രസ് നോക്കിക്കാണുന്നത്? അതായത് സംസ്ഥാനത്ത് ഇതിനു മുമ്പും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്ന പല MLA-മാർക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളൊന്നും ഈ സ്വഭാവത്തിലുള്ളതായിരുന്നില്ല. അതൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി അല്ലെങ്കിൽ പരമാവധി രണ്ടുപേരുമായി മാത്രമൊക്കെ ബന്ധപ്പെട്ടിരുന്ന കാര്യമാണ്. പക്ഷേ ഇത് നാനാ കോലുകളിൽ നിന്ന് കാറ്റടിച്ചു വരുന്ന പോലെ, പേപ്പർ പറക്കുന്ന പോലെ ഇങ്ങ് പറന്നു വരികയാണ്. അതിൻ്റെ തെളിവുകൾ കൂടി സൈബർ ഇടങ്ങളിലൂടെയും അല്ലാതെയും ശബ്ദരേഖയായും അല്ലാതെയും പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായതോടെയാണ് പാർട്ടി കൂടി അതിന് വില നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ ഒരു പരാതിയും എത്താതിരുന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു FIR-ഉം രജിസ്റ്റർ ചെയ്യാതിരുന്നിട്ടും ഇതിന്റെ പ്രത്യാഘാതം എത്രയാകുമെന്ന തിരിച്ചറിവ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടി, അനിവാര്യമായൊരു നടപടി എടുക്കേണ്ടത് അവർക്ക് മുമ്പിൽ ഒരു അനിവാര്യതയായി മാറുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കാര്യങ്ങൾ. അത് കൃത്യമായി നേതാക്കളുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അവരും കാത്തിരിക്കുകയാണ് ഈ വിവാദങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുമോ അതോ അത് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ വേണം അതിനെ നേരിടേണ്ട കാര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ രാജി ആവശ്യത്തിൽ നിന്ന് നേതൃത്വം പിന്മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് CPM-നും BJP-ക്കും ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി മാറും. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അത് സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ മാറും. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് പോലും ഒരുപക്ഷെ ഈ വിവാദമാകാനാണ് സാധ്യത. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കിരൺ ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടില്ലല്ലോ, പോലീസിൽ ഒരു FIR പോലും ഇല്ലല്ലോ, പരാതി ഇല്ലല്ലോ എന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നടപടി മതി, ഇതുകൊണ്ട് തൃപ്തിപ്പെടാവുന്നതേ ഉള്ളൂ, ഇപ്പോഴത്തെ സാഹചര്യം അത്രമാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും അത്തരത്തിലൊരു പ്രതിരോധം തീർക്കുമ്പോഴും കോൺഗ്രസിനുള്ളിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അതൃപ്തി, പുറത്തുള്ള പ്രതിഷേധം അത് കെട്ടടങ്ങില്ലല്ലോ. അതൊന്നും കെട്ടണമെങ്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ അവർ പ്രധാനമായും കാണുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടാകാനുള്ള സാധ്യതയെന്നാണ്. ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു MLA രാജിവെച്ചാൽ ഇനി കഷ്ടിച്ച് ഒരു പുതിയ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക, ഉപതെരഞ്ഞെടുപ്പ് കഴിയുക, അതിനുശേഷം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാലും 6 മാസം പോലും ലഭിക്കില്ല. പക്ഷേ സാങ്കേതികമായി 6 മാസം കാലാവധി ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഇനി 8-9 മാസത്തോളം കാലാവധി ഉണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ആ കാലം കൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും. BJP-ക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. BJP 2ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലമാണ്. BJP-ക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. അത്തരം ഒരു സ്ഥലത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് BJP ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാവും. അവിടെ CPM-നെ സംബന്ധിച്ചാണെങ്കിൽ അത് പരാജയപ്പെട്ടാലും വിജയിച്ചാൽ വലിയ നേട്ടമാവും, പരാജയപ്പെട്ടാലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് നിലനിർത്തിയതിനപ്പുറത്തേക്ക് CPM-ന് കാര്യമായ തിരിച്ചടി ഉണ്ടാവാനില്ല. BJP-യെ സംബന്ധിച്ചും അവിടെ പരാജയപ്പെട്ടാലും ഒന്നും സംഭവിക്കാനില്ല, കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയെന്ന രീതിയിൽ പറയാം. പക്ഷേ BJP-യോ
CPM വിജയിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് നടക്കാൻ പോകുന്ന 6 മാസത്തിനുള്ളിൽ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിലവിൽ കോൺഗ്രസിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു എഡ്ജുണ്ട്. കോൺഗ്രസിന് വിജയിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ കോൺഗ്രസിനുള്ളിൽ അത്തരം ഒരു പ്രതീതി പുറത്ത് സൃഷ്ടിക്കാനും ഒക്കെ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും നഷ്ടപ്പെടുകയും കോൺഗ്രസും UDF-ഉം 140 മണ്ഡലങ്ങളിലും പ്രതിരോധത്തിലാവുന്ന അല്ലെങ്കിൽ പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു തോന്നലിലേക്ക് വീണ്ടും അല്ലെങ്കിൽ ഇടതുഭരണം വരാൻ പോകുന്നു എന്നൊരു തോന്നലിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസോ UDF-ഓ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയ ഇപ്പോൾ ഓൾറെഡി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അറ്റാക്കിംഗ് മുഖത്ത് നിന്ന് 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഷാഫി പറമ്പിലായാലും. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും പിൻവലിയേണ്ട അല്ലെങ്കിൽ അയാളെ പൂർണ്ണമായും പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ നേരെ ഇവരുടെ സൗഹൃദമൊക്കെ വെച്ച് ഷാഫി പറമ്പിൽ നേരെയുമൊക്കെ ഈ ആരോപണത്തിൻ്റെ മുന ഒരു പരിധിവരെയൊക്കെ നീളുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു എന്നുള്ള ഒരു ആരോപണം സ്വാഭാവികമായും ഷാഫി പറമ്പിൽ മറ്റ് ആരോപണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്യും. മറ്റ് പല പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ വെട്ടി അല്ലെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പ്രൊമോഷൻ നൽകുകയും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും പാലക്കാട് പോലുള്ള മണ്ഡലത്തിൽ പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നു, അവിടെ വിജയിപ്പിക്കുന്നു. അങ്ങനെ മുന്നണിയിൽ നിന്ന് കളിക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയനും LDF-നും എതിരെയൊക്കെ മുന്നിൽ നിന്ന് പൊരുതാൻ നിൽക്കുന്ന പടയാളിയെ പോലെ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ നിന്ന ഒരാളെ ഈ ഗുരുതരമായ ആരോപണം, അതും സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ ആരും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഗുരുതരമായ ആരോപണമാണ്. അതിനി പരാതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ വിഷയമാണ്. അത് നിയമപരമായ വിഷയം മാത്രമാണ്. പക്ഷേ കേരളീയ സമൂഹത്തിന് മുന്നിൽ പ്രതിച്ഛായ അത്രത്തോളം മോശമായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇനി കൂടുതൽ വന്നാലും ഇതിൽ കൂടുതൽ മോശമാകാനൊന്നുമില്ല. പക്ഷേ അങ്ങനെയല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നഷ്ടം എന്ന് പറയുന്നത് അവിടെ പരാജയം എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമെന്നത് കോൺഗ്രസിനെ ഇനി ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പോലും ഷാഫിക്കെതിരെയും സമാനമായ ആരോപണമുണ്ടായിരുന്നു. ഷാഫിയെ വടകരയിലേക്ക് മത്സരിപ്പിക്കുന്നത് പാലക്കാട് മണ്ഡലം അത് BJP-ക്ക് നൽകാൻ വേണ്ടി കോൺഗ്രസുമായിട്ടുള്ള ഡീലാണ് എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതിനെയൊക്കെ മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചുകൊണ്ട് ഷാഫിക്കും കോൺഗ്രസിനും ഒക്കെ മറുപടി നൽകാൻ കഴിഞ്ഞു. അതുണ്ടാക്കിയ ഒരു ഹൈപ്പൊക്കെ ഉണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ആ ഹൈപ്പ് കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ദുർബലമാകുന്ന പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസും UDF-ഉം പോകും. അതിനൊരു കാരണവശാലും കോൺഗ്രസും UDF-ഉം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ മട്ടിലുണ്ടാകാവുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ മട്ടിലുണ്ടാകുന്ന നാണക്കേടുകൾ സഹിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിന് ഉണ്ടാവാനുള്ള നാണക്കേടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. മറ്റ് പാർട്ടികളുമായി കമ്പയർ ചെയ്താലും ഇനി മറ്റ് പാർട്ടികളൊക്കെ ഒരു ആരോപണമുണ്ടായി ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം വലിയ നടപടികൾ എടുത്തിട്ടില്ല. ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി, 2 പാർട്ടിയിൽ നിന്നിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത്തരം വലിയ നടപടികളൊക്കെ ഉണ്ടായിട്ടില്ല. ഇനി അതല്ല, നാളെ കേസുകളൊക്കെ വരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അടുത്ത നടപടിയിലേക്ക് പോകാം. 6 മാസത്തെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ 6 മാസത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റെന്തെല്ലാം നാണക്കേടുണ്ടായാലും തൽക്കാലം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കണമെന്നത് രാഷ്ട്രീയമായ അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു നിലപാട് കൂടിയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് നമുക്ക് രാഷ്ട്രീയമായി മനസ്സിലാവുന്നത്. തീർച്ചയായും അതാണ് രാഷ്ട്രീയ സാഹചര്യം. ആർ കിരൺ ബാബുവും ഡാൻ കുര്യനുമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസ് വനിതാ നേതാക്കൾക്കെതിരെ വ്യാപക സൈബർ ആക്രമണം. ഉമാ തോമസ് MLA-ക്ക് പുറമെ VD സതീശൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെയും കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുടെ വെളിപ്പെടുത്തൽ പുറത്തെത്തിച്ച ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനെതിരെയും രാഹുൽ അനുകൂലികളുടെ സൈബർ ആക്രമണം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന നിലപാടെടുത്ത കോൺഗ്രസ് വനിതാ നേതാക്കളായ ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ, RMP നേതാവ് KK രമ, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് താര ടോജോ അലക്സ്, KC വേണുഗോപാലിന്റെ ഭാര്യ K ആശ, ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരി അരുണിമ M കുറുപ്പ് എന്നിവർക്കെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ പോരാളികൾ കടന്നാക്രമണം തുടരുന്നത്. എന്നാൽ ആക്രമണം ശക്തമായതോടെ KC വേണുഗോപാലിന്റെ ഭാര്യ ആശ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. എന്നാൽ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ഉമാ തോമസ് ആവർത്തിച്ചു. തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്നത് സൈബർ ആക്രമണമായി കാണുന്നില്ലെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് പറയാനുണ്ടോ അതുപോലെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്ത് പറയാനുണ്ടോ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ആ വ്യക്തി ഹത്യോ എന്താ ആവട്ടെ, ഞാൻ അതൊന്നും വായിക്കാനേ പോയിട്ടില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്നും ഉറച്ചു നിൽക്കുന്ന എന്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയവർക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്.
വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനേക്കാൾ കടന്നാക്രമണം നടത്തിയത് പ്രതിപക്ഷ നേതാവാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വിമർശനം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം ആരോപിച്ച ന്യൂസ് 18 പ്രതിനിധി ഡാൻ കുര്യനെതിരെയും സൈബർ ഇടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ സൈബർ ആക്രമണമാണ്. ഗൂഢാലോചന തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണമെന്നാണ് ന്യൂസ് 18 പ്രതിനിധി ഡാൻ കുര്യന് പറയാനുള്ളത്. ഞാൻ തിരിച്ച് രാഹുലിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളതിന്റെ എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കലുണ്ടെങ്കിൽ ഇന്നലെ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ച പോലെ ബാക്കി കാര്യങ്ങളുടെ പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം അവന്തിക പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടെലിഗ്രാം ചാറ്റ് കൂടി പുറത്തുവിടണം രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ അത് പുറത്തുവിടാൻ തയ്യാറായില്ലെങ്കിൽ മറ്റു വഴി അതുകൂടി പുറത്തു വരും. അപ്പോൾ താങ്കളുടെ നില കൂടുതൽ പരുങ്ങലിലാകും. അതിനു മുമ്പ് താങ്കൾ തന്നെയാണ് അതിൽ വിശദീകരണം നൽകേണ്ടത്. ഇങ്ങനെ സൈബർ പടയാളികളെ വെച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തിയാലൊന്നും പേടിച്ച് ഈ ജോലിയിൽ നിന്നും പിന്മാറുന്നവരല്ല ഞങ്ങൾ ആരും. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടെ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ഷാഫി പറമ്പിലാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഉമാ തോമസിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വെർബൽ റേപ്പിംഗ്, ഈ വെട്ടുകളിക്കൂട്ടത്തിന്റെ സൈബർ ആക്രമണത്തെ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ എംപിയാണ്. ഷാഫിയാണ് ഈ സംഘത്തെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ ആക്രമണം തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിനകത്ത് ജീർണതയെപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് നേതാക്കൾ ആകെ ആവശ്യപ്പെട്ടത് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ്. എന്നാൽ രാജി ആവശ്യപ്പെടാൻ നേതൃത്വം തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി മുന്നോട്ടു പോകും. KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്കുൾപ്പെടെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. രാഹുൽ നിയമസഭയിൽ വന്നാൽ അപ്പോൾ കാണാമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേ വരെ, ആ കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റി താരതമ്യം ചെയ്യേണ്ട. താരതമ്യം ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാകുന്നത് ചില ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംരക്ഷിക്കാൻ പുറപ്പെടേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല. ചില ആളുകൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. ഇനിയോട്ട് സാധിക്കുകയും ചെയ്യില്ല. ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ആരുടേതൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാം. ജീർണമായിരിക്കുകയാണ്. കാരണം ഭയാണ്. ഇവർ ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും പുറത്തു വരും. അത് ഭയപ്പെട്ടില്ല. അതുകൊണ്ട് ഈ രാഹുൽ മാക്കൂട്ടത്തിന് ഇതെല്ലാം അറിയാം. രാജി തന്നെ വെക്കണം എന്നുള്ളതാണ്. ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെയാണ് CPI. കോൺഗ്രസിന്റെ ജീർണമായ മുഖം ഇനി രാജി വെച്ചാലും രാജി വെച്ചില്ലെങ്കിലും സസ്പെൻഷൻ ആയാലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്, വേണുഗോപാലിന്റെ ഭാര്യയ്ക്കുൾപ്പെടെ. രാഹുലിനെതിരായ നടപടി ഒത്തുതീർപ്പ് മാത്രമെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ തീരുമാനം ഒരു ഒത്തുതീർപ്പായിട്ട് മാത്രമേ കണക്കാക്കാനാവൂ. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും പറ്റാത്ത ഒരാളെ MLA ആയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? അത് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണം. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവർ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പ്രാഥമിക അംഗത്വത്തിന് യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ MLA ആയി അടിച്ചേൽപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ്? അപ്പോൾ കോൺഗ്രസ് നേതൃത്വം MLAയുമായി ഒത്തുകളിച്ചിരിക്കുകയാണ്. MLA സ്ഥാനത്ത് തുടരാൻ ഉള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നു. പേരിനൊരു പാർട്ടി നടപടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒത്തുകളി ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. രാഹുലിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം കോൺഗ്രസ് നേതൃത്വത്തിനെന്ന് മന്ത്രി P രാജീവ്. പരാതി അറിഞ്ഞിട്ടും തുടക്കത്തിലെ നടപടിയെടുത്തില്ല. കൂടുതൽ ഇരകളെ സൃഷ്ടിക്കുന്നതിന് അത് കാരണമായി. സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ സൈബർ ആക്രമണം. ഇതെല്ലാം കോൺഗ്രസിലെ ജീർണാവസ്ഥയാണ് കാണിക്കുന്നതെന്നും P രാജീവ് പറഞ്ഞു. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പോൾ എത്രമാത്രം ഭീകരമായിട്ടാണ് ആ പാർട്ടിയിലെ തന്നെ നേതാക്കന്മാരായ വനിതകളെ
അതേ പാർട്ടിയിലെ തന്നെ ആളുകൾ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചേർത്ത് പിടിച്ച് ഇതിനെല്ലാം സംരക്ഷിച്ച ആളുകൾ ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഒരു ജീർണമായ അവസ്ഥയെ പ്രകടിപ്പിക്കുന്നതാണ്. അത് കേരളീയ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഇപ്പോൾ ഏത് നടപടിയിലേക്ക് വന്നാലും യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ട നേതൃത്വമാണ്. ഇത്രയും ഗൗരവമായ പരാതികൾ പലതരത്തിലും നിന്ന് ലഭിക്കുകയും അവർക്കെല്ലാം അതിനകത്ത് അറിയാവുകയും ചെയ്തിട്ടും കുറെ കൂടി ഇരകളെ സൃഷ്ടിക്കുന്ന രൂപത്തിൽ അവസരങ്ങൾ നൽകിയവരാണ് സമൂഹത്തോട് മറുപടി പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന മന്ത്രി വി ശിവൻകുട്ടി. രാഹുലിനെതിരെ ഇരകൾ പരാതി നൽകിയാൽ സർക്കാർ സംരക്ഷണം നൽകും. സ്വന്തം പാർട്ടിയിലെ വനിതകൾക്ക് രക്ഷയില്ല. ഉമാ തോമസിനെ കോൺഗ്രസുകാർ ആക്രമിക്കുന്നു. സ്ത്രീവിരുദ്ധ സിൻഡിക്കേറ്റാണ് കോൺഗ്രസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. രാഹുൽ കോൺഗ്രസിലെ ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ നേതാവെന്നും വി ശിവൻകുട്ടി വിമർശിച്ചു. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രബല ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുകളാണ്. സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമാ തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അവരെപ്പറ്റി പറഞ്ഞത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് അയാളെ രാജിവെക്കാൻ മടിച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടി തീരുമാനിക്കുന്നില്ലെങ്കിൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിരിക്കുന്നു, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സംബന്ധിച്ച് KPCC പ്രസിഡന്റ് വിശദീകരിച്ചെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും ഷാഫി പറമ്പിൽ MP. ആരോപണം ഉന്നയിക്കുന്ന MP രാജേഷ് ആത്മവിമർശനം നടത്തണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാർട്ടി തീരുമാനം പാർട്ടി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി ജനങ്ങളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അതെല്ലാവർക്കും ബാധകമാണ്. ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാവിനും ബാധകമാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയേണ്ടതായിട്ടുണ്ടെന്ന് കരുതുന്നില്ല. അതേസമയം സസ്പെൻഷൻ പാർട്ടി ധാർമ്മികത ഉയർത്തിയെടുത്ത തീരുമാനമെന്ന് T. സിദ്ദിഖ് പ്രതികരിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടപടിയെടുത്തുവെന്നും സിദ്ദിഖ്. ഇത്രയും ചെറിയ സമയത്തിനകം ഒരു കമ്മിറ്റിയെ പോലും വെക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ വളരെ കൃത്യതയോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തെയും സ്ത്രീ സമൂഹത്തെയും ഉയർന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഈ സസ്പെൻഷൻ എന്നുള്ളത്. ഈ സസ്പെൻഷൻ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് സ്ത്രീ സമൂഹത്തോട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന സമീപനം എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതും വ്യക്തമാക്കുന്നതുമായ ഒരു നടപടിയാണ്. രാഹുലിന്റെ ബ്ലാക്ക് മെയിലിംഗ് കാരണമാണ് രാജിവെക്കണമെന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പിൻവാങ്ങിയതെന്ന് BJP നേതാവ് C. കൃഷ്ണകുമാർ ആരോപിച്ചു. മുതിർന്ന നേതാക്കളുടെ പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട്. രാഹുൽ രാജിവെക്കും വരെ പ്രക്ഷോഭം നടത്തും. കോൺഗ്രസിന് ഉപതെരഞ്ഞെടുപ്പ് പേടിയാണെന്നും കൃഷ്ണകുമാർ വിമർശിച്ചു. പല KPCC നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട്. ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ KPCCയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുക. 2, ഉപതെരഞ്ഞെടുപ്പ് പേടി. 2 പേടിയാണ് ഇന്ന് കോൺഗ്രസിനെ ബാധിച്ചിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് പേടി. ട്രാൻസ്ജെൻഡർ അവന്തികയുടെ പരാതിയിൽ താൻ ഗൂഢാലോചന നടത്തിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവ് പുറത്തുവിടണമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. അവന്തികയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുള്ളി പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് വരട്ടെ. നാളെ പുള്ളിയുടെ നമ്മൾ ഒരു പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ല.
എന്തേലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തേലുമൊക്കെ ചായ കണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ സംശയങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അത് മറ്റുള്ള ആളുകൾക്കല്ല. അപ്പോൾ അതിനകത്തോട്ട് കൂടുതൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങളിലോട്ട് പോകും. അതുകൊണ്ട് എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനതിന് പറയുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് KM അഭിജിത്ത്, വിഷ്ണു സുനിൽ എന്നിവർക്ക് വേണ്ടി എ ഗ്രൂപ്പ് രംഗത്ത്. പ്രസിഡന്റ് സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് ഹൈക്കമാൻഡിന് കത്തയച്ചു. ചാണ്ടി ഉമ്മൻ പക്ഷത്തെ 27 സംസ്ഥാന ഭാരവാഹികളാണ് ദേശീയ നേതൃത്വത്തിന് കത്തയച്ചത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പൻ പോലും ലാലേട്ടനെ വിളിക്കുന്നത് ഏട്ട അല്ലെങ്കിൽ ഏട്ടനാണ്, ലാലേട്ടനാണ്. അതെന്റെ പേരായി മാറി. ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? ഞാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ദൃശ്യം 3ന്റെ അപ്ഡേറ്റ് എന്താണ് ലാലേട്ട? അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ കഥ കേൾക്കണം. കഥ കേൾക്കണ്ട. മുണ്ട് വടക്കി കുത്തി മീശ പിരിച്ചു എന്നാണ് ഞങ്ങൾ ലാലേട്ടനെ കാണുന്നത്. എത്രയോ സിനിമകളുണ്ട്. പഴയ സിനിമകൾ തന്നെ എടുത്ത് കണ്ടാ പോലെ. അല്ല, വീണ്ടും കാണുക. അതറിയില്ല. അങ്ങനെ കഥാപാത്രം വരട്ടെ. അയ്യോ, എനിക്കൊന്നും ഭയങ്കര കണ്ണൊക്കെ പൊത്തി കാതൊക്കെ പൊത്തി. കണ്ണ പൊത്തിയല്ല, ആരെങ്കിലും മയക്കം കൊണ്ട് കണ്ണിലിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ലാലേട്ട ഈ സ്ത്രീകൾക്ക് ലാലേട്ടനോട് ഇത്ര ഒരു താല്പര്യം? അവരുടെ ഒക്കെ മനസ്സിലൊരു ഭർത്തൃ സങ്കല്പം ആവാനാണ്. വാർത്തകളിലേക്ക്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം, പ്രതി മരണം വരെ ജയിലിൽ കഴിയണമെന്നും കോടതി വിധിച്ചു. കുടക് സ്വദേശി സലീം എന്ന സൽമാനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ ചുമന്ന് പാടത്ത് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. ഈ കേസിൽ പ്രതിക്ക് മരണം വരെ ജയിലിൽ കഴിയാനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം, അതായത് മരണം വരെ ജയിലിൽ കഴിയണമെന്ന ഒരു ശിക്ഷയാണ് ഇപ്പോൾ ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിധി എന്നതും ശ്രദ്ധേയമാണ്. ഇത് കൂടാതെ ഇയാൾക്ക് 6 മാസം അധിക തടവും അനുഭവിക്കണമെന്ന ഒരു വിധി കൂടി ഇതിൽ പറയുന്നുണ്ട്. അത് അനുഭവിച്ചില്ലെങ്കിൽ 2,71,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 2024 മെയ് 15-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. പടന്നക്കാട് ഇത്തരത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ, 10 വയസ്സുകാരിയായ പെൺകുട്ടിയെ ചുമന്ന് പാടത്തേക്ക് കൊണ്ടുപോവുകയും അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. അതിനുശേഷം കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ ഇയാൾ മോഷ്ടിക്കുകയും കൂത്തുപറമ്പിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയും ചെയ്യുകയായിരുന്നു. ആ കേസിൽ, ആ സംഭവത്തിൽ ഇയാളുടെ സഹോദരി കൂടി ഇതിൽ പ്രതിയായിരുന്നു. സഹോദരിക്ക് ഇന്ന് കോടതി പിരിയും വരെ തടവിനാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതോടൊപ്പം 1000 രൂപ പിഴയടക്കാനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു കേസിലാണ് ഇത്തരത്തിൽ ഒരു വിധി വന്നിരിക്കുന്നത്. എന്തായാലും ജീവപര്യന്തം ശിക്ഷയാണ്, ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. ഇയാൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അതേതായാലും കോടതി അംഗീകരിച്ചില്ല. ഈ കേസിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിലും പോക്സോ ആക്ടിൻ്റെ 5M61 പ്രകാരം ഈ കേസിൽ ജീവപര്യന്തം തടവ്, ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 374 കടത്തിക്കൊണ്ടുപോയ ആ കുറ്റത്തിന് ജീവപര്യന്തം, അങ്ങനെ 2 ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട്. ഒരു ജീവപര്യന്തം ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ മറ്റ് വിവിധ വകുപ്പുകളിൽ പ്രകാരം 35 കൊല്ലത്തോളം തടവ് ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട്. 38 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രത്യേകത. അതുകൂടാതെ 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഇതിൽ വിധിയും വന്നിരിക്കുന്നു. ഈ കേസിലെ പ്രതിയായ കുടക് സ്വദേശിയായ സലീം എന്ന സൽമാനി മറ്റൊരു ഇത്തരത്തിലുള്ള പോക്സോ കേസ് കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇത്തരത്തിൽ 10ാം ക്ലാസ്സുകാരിയെ ആദൂർ വനത്തിൽ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചു വന്ന ഒരു കേസാണ്. ആ കേസിൽ ഇയാൾ വിചാരണ നേരിടുന്നുണ്ട്. എന്നാലും ഈ കേസിൽ കൂടി ഈ വിധി ഇനി വരാനിരിക്കുകയാണ്. ഇപ്പോൾ ഇയാൾക്ക് മരണം വരെ ജയിലിൽ കഴിയാനുള്ള ശിക്ഷ ഹോസ്ദുർഗ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നതും. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കണ്ണൂർ കല്യാട്ട് മോഷണം നടന്ന വീട്ടിലെ യുവതി ദർശിതയെ കൊന്നത് അതിക്രൂരമായെന്ന് റിപ്പോർട്ട്. വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ചായിരുന്നു കൊലപാതകം. ക്വാറികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്ററാണ് ഉപയോഗിച്ചതെന്നാണ് സൂചന. കർണാടക സാലിഗ്രാമത്തിലെ ലോഡ്ജിലാണ് ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്.
ഇവരുടെ സുഹൃത്ത് സിദ്ധരാജു കർണാടക പോലീസിന്റെ പിടിയിലായി. ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് കാണാതായത്. ഇതേ ദിവസമാണ് ഇവർ വീട് പൂട്ടി കർണാടകയിലേക്ക് പോയത്. സ്വർണവും പണവും കവർന്നതിന് പിന്നിൽ ദർശിതയും സുഹൃത്തുമെന്നാണ് പോലീസിന്റെ സംശയം. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ അസാധാരണ നടപടിയുമായി സർക്കാർ. ADGPക്കെതിരെ മുൻ സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തിരിച്ചയച്ചു. നിലവിലെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിനോട് അഭിപ്രായം തേടിയാണ് റിപ്പോർട്ട് തിരിച്ചയച്ചത്. അജിത് കുമാറിനായി ഏതോ അദൃശ്യശക്തി പ്രവർത്തിക്കുന്നുവെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ സംശയം ബലപ്പെടുത്തുന്ന നടപടിയാണ് സർക്കാരിൽ നിന്നുണ്ടായത്. അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്നും നടപടി വേണമെന്നുമുള്ള പോലീസ് മുൻ മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തിരിച്ചയച്ചു. ഇപ്പോഴത്തെ പോലീസ് മേധാവിയോട് അഭിപ്രായം തേടിയാണ് റിപ്പോർട്ട് തിരിച്ചയച്ചത്. തൃശൂർ പൂരം നടത്തിപ്പിൽ അജിത്തിന് വീഴ്ചയുണ്ടായെന്നും ജോലി ചെയ്യാതെ ഗസ്റ്റ് ഹൗസിൽ പോയി കിടന്നുറങ്ങിയെന്നുമായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. റിപ്പോർട്ട് അംഗീകരിച്ച ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. അവിടെ നിന്നാണ് ഫയൽ വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത്. ADGP P. വിജയന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമെന്ന ആരോപണവും വ്യാജമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിലും അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ദർവേസ് സാഹിബ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടും പുതിയ പോലീസ് മേധാവിയുടെ പരിശോധനയ്ക്കായി മടക്കിയിരിക്കുകയാണ്. നടപടി ശുപാർശ റവാഡ ചന്ദ്രശേഖർ പിൻവലിച്ചാൽ ആ പഴുതുപയോഗിച്ച് വിശ്വസ്തനെ രക്ഷിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും PC ജോർജിനുമെതിരെ കുറ്റപത്രം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രം. KT ജലീൽ നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന ഗുരുതര ആരോപണവുമായി ആക്ഷൻ കമ്മിറ്റി. അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായാണ് ആരോപണം. ശുചീകരണ തൊഴിലാളി മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പുതിയ പരാതികൾ വരുന്നത് തടയാൻ ഭീഷണിപ്പെടുത്തുകയാണെന്നും ക്ഷേത്രത്തെ മറയാക്കി വ്യാജ പ്രചാരണം നടക്കുന്നതായും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഈ SIT ടീം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്തിട്ടുണ്ട്. അവർ ഓഫീസിൽ നല്ല രീതിയിൽ അതെങ്ങനെയാണെങ്കിലും ആവും. ഇത് നിർത്തിയേ പറ്റുള്ളൂ. ഈ ഒരു ചിന്തയിൽ ഇത്ര ഫൈറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ വ്യക്തികളെന്ന് പറഞ്ഞവരൊക്കെ NIക്ക് എന്താ കൊടുക്കുമെന്ന് പറയുന്നത്? ഇവർ പോരെ, ഇവരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? സത്യാസത്യം പുറത്തു വരുമെന്ന് അറിയാം. നാളെ ഇവർ കുരുക്കാമെന്നറിയാം. ഇതും കൊണ്ട് ഇത്ര കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമല്ല ഇപ്പം പത്മലത്ത കേസ് സത്യം അറിയാം ആരാന്ന്? ഈ പ്രഭവത്തിന് അനിയൻ തന്നെയാണ്. ഇവരുമുണ്ട്. ഇവരെല്ലാം കൂടിയാ ഈ ആനമുഖത്ത് നിന്ന് 2 പേരെ കൊന്നത്, തലേനെ മറ്റേ കല്ലിട്ട് തോടുന്നത് ആ ചേട്ടനെ അനിയനെ. ഇതിലും അറിയാം ആരാന്ന്? സത്യം അറിയാം. ആരാ കൊന്നേന്നും അറിയാം. ഇപ്പോൾ ഓരോരുത്തരും പിടിച്ചാലറിയാം. ഇപ്പം ഞാൻ കൊടുത്ത കേസിനകത്തും അറിയാം ഇതിനകത്ത് ആരാ കൊള്ളതെന്ന്. അതും പിടിച്ചാലറിയാം. വേദവല്ലി എന്ന് പറഞ്ഞാൽ അവരും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. അവരോട് അതിലും അറിയാം. ഇതെല്ലാത്തിലായിട്ട് കിട്ടുവീഴുന്നു 100 പറഞ്ഞ് ഉറപ്പിച്ചത്. അവിടെ കൊല ചെയ്തിട്ടുണ്ട്, റേപ്പ് ആൻഡ് മർഡർ ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവരെ ഭൂമിയെല്ലാം നിന്നിട്ടുണ്ട്. ഈ പുള്ളിൻ്റെ വായിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെ അത്ര കേൾക്കാൻ പായാത്ത വാക്കുകളാണ്. ഞാൻ പറയാം ഇതെല്ലാം നടന്ന സംഭവമാണ്. ഈ വരുന്നവരെ പറഞ്ഞത് ഞാൻ പറയുന്ന കള്ളമ ഇങ്ങനെയൊന്നും നടന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ അടിക്കാൻ പറഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യുന്നില്ല. എന്നുകൊണ്ട് ഞാനത്ര ധൈര്യമായിട്ട് പറയുമ്പോൾ അവർക്ക് എടുക്കാമല്ലോ. അത് ഇന്നും കൂടെ എടുക്കുന്നില്ല. സത്യം ഇന്നല്ല നാളെ ഇവർ എത്ര കാശുണ്ടെങ്കിലും എത്ര പ്രഭാവി വ്യക്തികളാണെന്ന് ഞാൻ പറയാം. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്ത് വന്നേ വരൂ. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കേസിൽ വേടനെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ടോ എന്ന കാര്യം സർക്കാർ സിംഗിൾ ബെഞ്ചിനെ അറിയിക്കും. വേടനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തോ എന്ന കാര്യത്തിലും സർക്കാർ മറുപടി നൽകും. കേസുമായി ബന്ധപ്പെട്ട വാദം മാത്രം ഉന്നയിച്ചാൽ മതിയെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു പരാതിക്കാരിയുടെ അഭിഭാഷകയോട് സിംഗിൾ ബെഞ്ച് ഉയർത്തിയ വിമർശനം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. പാലക്കാട് സ്കൂളിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിൽ പോലീസിന് താൽപര്യക്കുറവുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സിലബസ് പ്രകാരം. DDE റിപ്പോർട്ട് ലഭിച്ചാൽ NOC റദ്ദാക്കുമെന്നും മന്ത്രി പറഞ്ഞു. RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്ര സിലബസിലുള്ള സ്കൂളാണ്. 4 ബോംബാണ് അവിടെ കണ്ടെടുത്തിട്ടുള്ളത്. 1 ബോംബാണ് പൊട്ടിയിട്ടുള്ളത്.
RSSന്റെ റൂട്ട് മാർച്ച് നടത്തുന്നത് അവരുടെ മൈതാനത്തിലാണ്. പക്ഷേ പിന്നെ കേരള ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പാണ് NOC കൊടുത്തിരിക്കുന്നത്. അപ്പോൾ NOC പിൻവലിക്കാനുള്ള അധികാരം കേരള ഗവൺമെൻറ്റുണ്ട്. പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നോട്ടീസ് കൊടുത്ത് ആവശ്യമായ നടപടി ചെയ്യും. ബീഹാർ വോട്ടധികാർ യാത്ര കൊഴുപ്പിക്കാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും. നാളെ മുതൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളും NDA ഇതര മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. അതേസമയം NDA സഖ്യത്തിന്റെ സീറ്റ് നിർണയ ചർച്ച അവസാന ഘട്ടത്തിലാണ്. JDUവും BJPയും തുല്യ സീറ്റിൽ മത്സരിക്കുമ്പോൾ 40 സീറ്റ് വേണമെന്ന് LJP നേതാവ് ചിരാഗ് പസ്വാൻ ആവശ്യമുന്നയിച്ചു. കാമസൂത്രയുടെ പരസ്യം അഭിമാനപൂർവമായാണ് ചെയ്തതെന്നും ഒരിക്കലും അതിൽ പശ്ചാത്തപിക്കില്ലെന്നും അമ്മ പ്രസിഡന്റ് കൂടിയായ നടി ശ്വേതാ മേനോൻ. കള്ളപ്പരാതിയുമായി നടക്കുന്നവർക്ക് ആ പരസ്യം സമൂഹത്തിനോട് പറയുന്നത് എന്താണെന്ന് വ്യക്തമാകാതെ അല്ല പരസ്യത്തിന്റെ ബൈബിൾ എന്ന് ലോകം വിളിക്കുന്ന ബ്ലാക്ക് ബുക്കിൽ ഇടം പിടിച്ചതാണ് കാമസൂത്രയുടെ ആ പരസ്യമെന്നും ശ്വേത ന്യൂസ് 18 Q18 പറഞ്ഞു. കാമസൂത്രയുടെ പരസ്യം അത് ഈ പരാതി വന്നുകൊണ്ടാണ്. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അന്നത്തെ. പക്ഷെ ഈ പരാതി പറയുന്ന ആൾക്കാരും ഗ്ലാഡ്രാക്സിന്റെ ആദ്യത്തെ സൂപ്പർ മോഡൽ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പറയണം. പക്ഷെ മേ ബി ദേ ഡോണ്ട് നോ. അപ്പം അല്ല അങ്ങനത്തെ ഒരു വളരെ ബോൾഡായിട്ട് കൂടി അന്ന് മോഡലിംഗ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായിരുന്നു. കാമസൂത്ര എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും ആദ്യത്തെ മോഡലാണ് അന്നു അഗർവാൾ. അവരായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഐ എം ദ സെക്കൻഡ് മോഡൽ. അപ്പൊ എല്ലാ മോഡൽ 2 വർഷം ഉണ്ടാവും. കാമസൂത്ര മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഡ്വർടൈസ്മെന്റ് ബൈബിൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബുക്ക് ഉണ്ട്, വേൾഡ് ബ്ലാക്ക് ബുക്ക്. എന്റെ കാമസൂത്ര മോഡൽ ആ ഒരു ആഡ് ഹാഡ് ഗോൺ ടു ദ ബൈബിൾ ഓഫ് അഡ്വർടൈസ്മെന്റ് ബ്ലാക്ക് ബുക്ക്. സോ ഇറ്റ് വാസ് എ ബിഗ് അംഗീകാരം. അത് ഇവിടെ ആർക്കും മനസ്സിലാവില്ല. ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ വെരി എസ്തറ്റിക്കലി നമ്മൾ പോലെ ഭയങ്കര ക്ലാസി ഷൂട്ട് ചെയ്ത ഒരു ആഡാണ്. അല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇറ്റ്സ് എ വെരി ക്ലാസി. ടോപ്പ് ഫോട്ടോഗ്രാഫർ, ടോപ്പ് കോസ്റ്റ്യൂമർ, ടോപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ഫുൾ ബോഡി മേക്കപ്പ്. ഒരു ഷോട്ട് അല്ലെ 4-5 ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 4, ബിക്കോസ് ഫുൾ ബോഡി പെയിന്റ് നടക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര കുറെ ഇതുണ്ടായിരുന്നു. So I was very proud. പക്ഷെ I was the only model who was repeated. 2 വർഷം ഞാൻ ഒരു മോഡൽ ഇന്ദ്രസുധന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ഷാവർ അലീന്റെ കൂടെ ചെയ്തു. So I am the only model who did for 4 years. So I was very happy. I would repeat either. So I've been very lucky, Aparna. എനിക്ക് അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പോഷർ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും കിട്ടാറില്ല. ആ എക്സ്പോഷറിന് നന്നായിട്ട് കൈകാര്യം എങ്ങനെ ചെയ്യണം അത് എനിക്ക് പഠിപ്പിച്ച സാധനം എന്റെ എക്സ്പോഷർ തന്നെയാണ്. അത് കാമസൂത്രയുടെ ഒരു ആഡിന് റിപ്പീറ്റ് ചെയ്തു പോലും എത്ര പ്രൗഡായിട്ട് പറയുമ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആണ് ഈ പരാതി വന്നതെന്നുള്ളതാണ് രസം. അന്ന് മലയാള സിനിമയായിട്ട് അങ്ങനെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് വലിയ ഇതൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ഒരു മലയാളി ചെയ്തു ഇതുപോലെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അന്നും ചെറിയ പ്രൊട്ടസ്റ്റും ചെറിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായപ്പം അച്ഛൻ മിലിറ്ററി പേഴ്സൺ അച്ഛൻ എന്ന് പറഞ്ഞത് അവളൊരു വലിയ കോഴ്സിന് വേണ്ടിയിട്ടാണ്. അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ പറഞ്ഞത് കുറെ ഇങ്ങനെ മീഡിയാസ് വരുന്നുണ്ടായിരുന്നു. ഒരു മലയാളി പെൺകുട്ടിയാണ്, എങ്ങനെ നിങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ മോള് എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, അവള് ഒരു കോഴ്സാണ്. അവള് ഷീസ് ജസ്റ്റ് സെയിങ് ഹാവ് എ സേഫ് സെക്സ്. ഗവൺമെന്റ് വരെ പറയുന്നുണ്ട്. കോണ്ടം മെഷീൻസ് വെച്ച കൺട്രീസ് ആണ്. ഇന്നല്ല, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ കേട്ടോ. സോ അന്ന് ദാറ്റ് വാസ് നോട്ട് കോണ്ടം, നിരോധ്. അങ്ങനത്തെ മെഷീൻസ് ഗവൺമെന്റ് പറയുന്ന. ഇറ്റ്സ് എ ഗുഡ് കോസ്. ഷീസ് ജസ്റ്റ് സെയിങ് വേറെ എന്ത് പറയും, എന്ത് എക്സ്പ്ലനേഷൻ. ഞാൻ എന്റെ ജോലിന്റെ ഒരു കാര്യം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഇപ്പൊ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ബട്ട് ആസ് എ മോഡൽ ഐ കൻ ഓൺലി സെൽ പ്രോഡക്ട്സ്. അങ്ങനെ. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് ന്യൂസ് 18 കേരളത്തിൽ ഉടൻ കാണാം. ആഗോള അയ്യപ്പ സംഗമത്തിന് വരുന്ന സ്റ്റാലിനെയും ഉദയനിധിയെയും രാജീവ് ചന്ദ്രശേഖർ തടയുമെന്നത് സ്വപ്നം മാത്രമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തെക്കുറിച്ച് ഒരു ചുക്കും രാജീവ് ചന്ദ്രശേഖറിന് അറിയില്ല. സ്റ്റാലിന് എല്ലാ സംരക്ഷണവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല.
തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിനായി കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാനുള്ള ധൈര്യവും ശേഷിയും ഉള്ള മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതിലൊന്നും ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ ഇത് കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി പിന്നെ അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുമായി കോൺഗ്രസും സഹകരിച്ചേക്കില്ല. അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പാർട്ടി ഭാഗമായേക്കില്ലെന്ന സൂചനയാണ് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. സമിതിയിലേക്ക് ആരെയും നാമനിർദ്ദേശം ചെയ്യില്ലെന്നും തൃണമൂലിലും സമാജ്വാദി പാർട്ടിയും നേരത്തെ നിലപാടെടുത്തതോടെ ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നവംബറിൽ നടക്കും. നവംബർ 7 മുതൽ 10 വരെയാണ് മേള. പാലക്കാട് ഷൊർണൂരിലാണ് ശാസ്ത്രമേള നടക്കുക. കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാളി സ്വദേശിയായ 15-കാരിയെ ബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ പ്രതി പിടിയിൽ. മലപ്പുറം കോട്ടയ്ക്കൽ പൂക്കിപ്പറമ്പ് സ്വദേശി വള്ളിക്കാട്ട് റിയാസ് ആണ് പിടിയിലായത്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. മാസങ്ങളായി പുലിപ്പേടിയിലാണ് മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമല നിവാസികൾ. കൂട് വെച്ചതുകൊണ്ട് മാത്രം പുലിയെ പിടികൂടാനാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാട് മൂടിയ പ്രദേശങ്ങൾ പരിശോധിച്ച് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുലിയെ പിടികൂടിയില്ലെങ്കിൽ സമരം തുടങ്ങാനാണ് തീരുമാനം. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. പെരിന്തൽമണ്ണ മണ്ണാർമല മാട് റോഡാണിത്. ഇവിടെയാണ് ഏറ്റവും അധികം തവണ പുലിയെ കണ്ടിട്ടുള്ളത്. ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പലതവണ പതിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പുലിയുടെ കൂട്ടിലേക്ക് വയ്ക്കാനുള്ള ആടിനെ ഇവിടെ കെട്ടിയിട്ടത് കാണാം. ഈ റോഡിൻ്റെ വശത്താണ് ഈ പുലിയെ നേരത്തെ കണ്ട CCTV ക്യാമറ ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെ പുലിയുടെ കൂടും സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഈ ഒരു പ്രദേശത്തിന്, അതായത് ഈ റോഡിന് അപ്പുറത്തുള്ള കാട് പിടിച്ച മേഖലയിലാണ് ഉള്ളത്. കഴിഞ്ഞ 4 മാസമായിട്ട് ഈ മേഖലയിലൂടെ പുലിയുടെ സഞ്ചാരം സ്ഥിരമായിട്ട് കണ്ടിട്ടും അത് സ്ഥിരീകരിക്കുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും പുലിയെ പിടികൂടാൻ കാര്യക്ഷമമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പല തവണയായിട്ട് നമ്മൾ പലയിടത്തും വെച്ച് കാണുന്നുണ്ട്. ഇപ്പം ഇന്നലെ രാത്രി കണ്ടുക്കണു, അതിൻ്റെ 4 ദിവസം മുന്നേ കണ്ടുക്കണു. ഇത് ഇവർ പറയുന്നത് ഒരെണ്ണോ 2 എന്നല്ല 8 ഉണ്ടെന്നില്ല നിഗമനം ഞങ്ങൾ തെറ്റായിരിക്കും. ഇവിടെ മണ്ണാർമല, ഇവിടെ പട്ടിക്കാട് ചുങ്കത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. നമ്മുടെ പെരുന്നാൾ ഫയർ സ്റ്റേഷൻ്റെ ബാക്കിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ ഷിഫ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ദിവസം കാണുന്നുണ്ട്. നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് പല ഭാഗത്ത്. ഈ റോഡ് പറഞ്ഞാൽ വാഹനങ്ങൾ സ്ഥിരമായിട്ട് രാത്രിയും പകലും സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. പക്ഷേ ഈ റോഡിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, മാടർ ഭാഗം, അവിടെയാണ് എപ്പോഴും കണ്ടുകൊടുക്കുക. എന്നിട്ട് ഈ DFO ഓഫീസ് ഇവിടെ അടുത്തുണ്ട്. പക്ഷെ അവർ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇനി അടുത്ത് DFO ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള പരിപാടിയാണ്. കലക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്, മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിന്മേ ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇത് പണ്ട് കല്ല് പൊട്ടിച്ചെന്ന ഒരു സ്ഥലമാണ്. അതിനപ്പുറത്താണ് ഈ പുലിയെ പിടികൂടാനായിട്ടുള്ള കൂട് നാട്ടുകാർ സ്ഥാപിച്ചിരിക്കുന്നത്. പലവട്ടം വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് വനം വകുപ്പ് ഈ കൂടെങ്കിലും സ്ഥാപിച്ചത്. പക്ഷേ ഈ കൂട് വെച്ചിട്ടും വലിയ കാര്യമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഇവിടെ കാണാം, പുലിയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടാണിത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ ക്യാമറയും ഉള്ളത്. കഴിഞ്ഞ ദിവസം 3 തവണയാണ് ആ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. അതും പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് ആ ദൃശ്യങ്ങൾ. മറ്റൊരു CCTV ക്യാമറ, നിരീക്ഷണ ക്യാമറ ഇതാ ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാം സോളാറിൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് 24 മണിക്കൂറും ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നാട്ടുകാരാണ് ഈ CCTV ക്യാമറ എല്ലാം സ്ഥാപിച്ച് എപ്പോഴെല്ലാം പുലി കടന്നു പോകുന്നു, ഏത് വഴിയെല്ലാം കടന്നു പോകുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കൂട് സ്ഥാപിക്കുന്ന നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലാണ്
നാട്ടുകാരുടെ പ്രതിഷേധം മുഴുവൻ. കാരണം ഇത്രയും തവണ പുലിയെ കണ്ടിട്ടും ഈ ഒരു മേഖല ഇതൊരു വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ നിരവധി ഇടങ്ങളിൽ പുലിയെ കണ്ടവരുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു മണ്ണാർമല പ്രദേശം, ഇതിനപ്പുറത്തുള്ള പട്ടിക്കാട്, അതിനപ്പുറത്തുള്ള വലമ്പൂര്, മങ്കട, ചേരിയം തുടങ്ങി പുലി സ്ഥിരമായി കടന്നു പോകുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. ആ മേഖലയിലൊക്കെ പുലിയെ കണ്ടവരുണ്ട്. വാഹനത്തിൽ പോകുന്നവർ പുലിയെ കണ്ട് പേടിച്ച് വീണ് അപകടം പറ്റിയെത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തുള്ള സ്ഥലത്ത് പുലി സ്ഥിരമായിട്ട് പന്നികളെയും മറ്റും തിന്നതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് പുലി ഈ മേഖലയിലുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് തന്നെ ഒരു പരിശോധന, അരിച്ചു പെറുക്കിയുള്ള പരിശോധനയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പുലിനെ പിടിക്കണം, പുലിയെ പിടിക്കണം, പുലിനെ പിടിക്കണം, അതിനാണ് നമ്മളെ മെയിൻ പ്രശ്നം. നാട്ടുകാരുടെ ഈ ആവശ്യം പലതവണയായി വനംവകുപ്പിന് മുമ്പിൽ ഇവർ ഉന്നയിച്ചിട്ട് വനമന്ത്രിക്ക് പരാതി നൽകി, DFOയ്ക്ക് പരാതി നൽകി, കളക്ടർക്ക് മുമ്പാകെ പരാതി നൽകി. പക്ഷേ ഈ പരാതികളൊന്നും തന്നെ വേണ്ട നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തുനിന്നുള്ള വലിയ വിഷമം. എന്നാണെങ്കിലും അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലൂടെ ഉണ്ടാകും. ഈ ഒരു പുലിയെ പിടികൂടുവാൻ സത്വര നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാർ ഉദ്ദേശിക്കുന്നത്. അതേക്കുറിച്ച് ഈ ഒരു റോഡ് ഉപരോധിച്ചോ അല്ലെങ്കിൽ DFOയുടെ ഓഫീസ് ഉപരോധിച്ചോ ആയിരിക്കും ആ ഒരു സമരം നടത്തുക എന്നുണ്ടാകുന്ന പ്രഖ്യാപനവും ഏറെ വേഗത്തിൽ തന്നെ ഉണ്ടാകും. എന്നിരുന്നാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സത്വര നടപടികൾ ഈ ഒരു പുലിയെ പിടികൂടാൻ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ ജനങ്ങൾക്ക് ഇത് കാരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട് നടന്നു നീങ്ങുകയാണ്. ഏറെ വൈകാതെ തന്നെ ഈ പുലിയെ പിടികൂടാൻ വേണ്ട നടപടികൾ സർക്കാർ എടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധം, വലിയ പ്രക്ഷോഭമായിട്ട് തന്നെ മാറുമെന്നും നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. ഏലപ്പാറയിലെ ഹെലിബറിയ തേയിലത്തോട്ടം തുറക്കുന്നതിന് വേണ്ടി അധികൃതരുമായി നടത്തിയ ചർച്ച പരാജയം. തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചയാണ് പരാജയപ്പെട്ടത്. അടുത്ത ദിവസം വീണ്ടും ചർച്ച നടക്കും. ഇക്കഴിഞ്ഞ ജൂലൈ 8-നാണ് പീരുമേട് ഹെലിബറിയ തോട്ടം ഉടമകൾ അടച്ചുപൂട്ടിയത്. തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ തോട്ടം ജനറൽ മാനേജർ, തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തുവെങ്കിലും ചർച്ച വിജയം കണ്ടില്ല. പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ 14-ന് പീരുമേട് ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എറണാകുളത്ത് റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തിയത്. തോട്ടമുടമകൾ തൊഴിലാളികൾക്ക് 2 മാസത്തെ ശമ്പളം പോലും നൽകിയിട്ടില്ല. ഹെലിബറിയ, സെമിനി വാലി, ചിന്നാർ, വള്ളക്കടവ് എന്നീ 4 ഡിവിഷനുകളാണ് തേയിലത്തോട്ടത്തിനുള്ളത്. 800ഓളം തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്തിരുന്നു. ശമ്പളം ആവശ്യപ്പെട്ട് മാനേജ്മെന്റിനെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം തൊഴിലാളികൾ അറിഞ്ഞത്. തുടർന്ന് യൂണിയൻ നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല. തൊഴിലാളികളിൽ നിന്ന് പിരിച്ച 58 മാസത്തെ PF തുക കമ്പനി പ്രൊവിഡന്റ് ഫണ്ടിൽ അടച്ചില്ലെന്നും ആരോപണമുണ്ട്. പ്രതിഷേധം ശക്തമായതോടെയാണ് തൊഴിൽ വകുപ്പ് പ്രശ്നത്തിലിടപെട്ട് ചർച്ച നടത്തിയത്. News 18 ഇടുക്കി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,305 രൂപ, പവന് 74,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,700 രൂപ, പവന് 61,600 രൂപ. വെള്ളി ഗ്രാമിന് 128 രൂപ, കിലോഗ്രാമിന് 1,28,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരി. മാഡം പ്രസിഡന്റ്, End of the day it was president, so I was very happy. അവരത് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ? സൂപ്പർ സ്റ്റാർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ചർച്ച ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഒരു സ്ത്രീ അധികാര സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടുള്ള വിഷയമായിരുന്നു. എനിക്ക് തോന്നുന്നു രണ്ടും. സുസ്മിത, ഐശ്വര്യ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒപ്പം സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഇപ്പോൾ ഐശ്വര്യ റായിന്റെ എല്ലാം വാർഡ്രോബ് എല്ലാം സ്പോൺസേർഡ് ആയിരുന്നു. ഞാനിങ്ങനെ പാവപ്പെട്ട
ഒരു സാധാരണ എല്ലാ അമ്മമാരോടെല്ലാം ചോദിച്ച് പോയ കാര്യങ്ങളാണ്. കാമസൂത്രയുടെ പരസ്യം അത് ഈ പരാതി വന്നുകൊണ്ടാണ്. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇറ്റ് വാസ് സച്ച് എ വെരി എസ്തെറ്റിക്കലി നമ്മൾ പോലെ ഭയങ്കര ക്ലാസി ഷൂട്ട് ചെയ്ത ഒരു ആഡാണ്. കുറച്ചും കൂടെ ഈ താരസംഘടന ആ ഒരു സൊസൈറ്റി റെസ്പോൺസിബിലിറ്റി കൂടി കാണിച്ചുകൊണ്ട് സുതാര്യമായിരിക്കും. ഞാനിവിടെ 6 വർഷം ഇരുന്നുണ്ടല്ലോ, വൈസ് പ്രസിഡന്റ് ആയിട്ടും EC ആയിട്ടും. ഒരു പരാതിയും വന്നിട്ടില്ല അപർണ.